ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന വാല്യുവേഷൻ റൂള് 31A മുതൽ റൂൾ 35 വരെയുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ പഠിച്ചായിരുന്നു വാല്യുവേഷൻ റൂള് 27 മുതൽ വാല്യുവേഷൻ റൂള് 32 വരെയുള്ള കാര്യങ്ങൾ. ഇന്ന് റൂള് 31A മുതൽ റൂള് 35 വരെയുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അതിനകത്ത് ഫസ്റ്റിലത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. വാല്യുവേഷൻ റൂൾ 31A പ്രധാനമായിട്ടും പറയുന്നത് വാല്യൂ ഓഫ് സപ്ലൈ ഇൻ ദ കേസ് ഓഫ് ലോട്ടറി, ബെറ്റിംഗ്, ഗാംബ്ലിംഗ് ആൻഡ് ഹോഴ്സ് റേസിംഗ്. ഈ രീതിയിലുള്ള കാര്യങ്ങളിലൊക്കെയും ടാക്സിബിൾ വാല്യൂ സപ്ലയർ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് റെസിപ്പിന് കൊടുക്കുന്നതെങ്കിൽ, സെയിൽ ചെയ്യുന്നതെങ്കിൽ ഈ രീതിയിൽ നടക്കുന്ന ഗുഡ്സിൻ്റെ ഈ രീതിയിലുള്ള ലോട്ടറി, ബെറ്റിംഗ്, ഗാംബ്ലിംഗ്, ഹോഴ്സ് റേസിംഗ് മുതലായ കാര്യങ്ങളിൽ റെസിപ്പിയൻ്റ് പേ ചെയ്യേണ്ട ടാക്സിബിൾ വാല്യൂ എങ്ങനെയാണ് നിർണ്ണയിക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് ലോട്ടറി റൺ ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ്. അതായത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉടമസ്ഥതയുള്ള ഒരു ലോട്ടറി ഏതെങ്കിലും ഒരു റെസിപ്പിയൻ്റ് വാങ്ങുകയാണെങ്കിൽ അതിന് ടാക്സിബിൾ വാല്യൂ എങ്ങനെയാണ് നിർണ്ണയിക്കുന്നതെന്ന്. അത് രണ്ട് രീതിയിലാണ്. ഹയർ ഓഫ് 2 amounts ടു ബി ഡീംഡ് ആസ് ദ വാല്യൂ. ഓക്കെ, അത് രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് അത് നിർണ്ണയിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ഡിവൈഡഡ് ബൈ 112 ഓഫ് ദി ഫേസ് വാല്യൂ ഓഫ് ദി ടിക്കറ്റ്. അതായത് ടിക്കറ്റിൻ്റെ ഫേസ് വാല്യൂവിൻ്റെ എമൗണ്ട് ഇൻറ്റു 100 ഡിവൈഡ് ബൈ 112. അല്ല എങ്കിൽ 100 ഡിവൈഡഡ് ബൈ 112 ഓഫ് ദ പ്രൈസ് ഓഫ് അസ് നോട്ടിഫൈഡ് ഇൻ ദി ഒഫീഷ്യൽ ഗസറ്റ് ബൈ ദി ഓർഗനൈസിംഗ് സ്റ്റേറ്റ്. ഓക്കെ, അതായത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ ഗസറ്റിൽ പരസ്യപ്പെടുത്തിയിട്ടുള്ള ലോട്ടറിയുടെ പ്രൈസ് എത്രയോ അത് ഇൻറ്റു 100 ഡിവൈഡ് ബൈ 112. ഈ രണ്ടെണ്ണത്തിൽ ഏതാണോ ഹയസ്റ്റ് ആയിട്ട് വരുന്നത് അതായിരിക്കും ടാക്സിബിൾ വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് സപ്ലയറായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിലുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ലോട്ടറി ഒരു സപ്ലയർ ഒരു റെസിപ്പിയൻറ്റിന് കൊടുക്കുകയാണെങ്കിൽ അതുവഴി റെസിപ്പിയൻറ്റ് ടാക്സ് പേ ചെയ്യേണ്ട ടാക്സിബിൾ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ലോട്ടറി ടിക്കറ്റിൻ്റെ ഫേസ് വാല്യൂ ഇൻറ്റു 100 ഡിവൈഡ് ബൈ 112. അല്ല എങ്കിൽ എന്താണ് ഗവൺമെൻറ് ഒഫീഷ്യൽ ഗസറ്റിൽ പരസ്യപ്പെടുത്തിയിരിക്കുന്ന ലോട്ടറിയുടെ പ്രൈസ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ 112. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് ലോട്ടറി ഓതറൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ട് രീതിയിലുള്ള കാര്യങ്ങളുള്ളത്. സപ്ലൈ ഓഫ് ലോട്ടറി റൺ ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന്, സപ്ലൈ ഓഫ് ലോട്ടറി ഓതറൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്. ഇതിൻ്റെ രണ്ടെണ്ണത്തിന് ഡിഫറൻസ് പറഞ്ഞുതരാം. സപ്ലൈ ഓഫ് ലോട്ടറി റൺ ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉടമസ്ഥത ഉള്ളതാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ് നടത്തുന്ന ഒന്നാണ്. ഓക്കെ, ആ രീതിയിലുള്ള സപ്ലൈ ഓഫ് ലോട്ടറി റൺ ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ലോട്ടറികൾ ഏത് സ്റ്റേറ്റിൻ്റെ അതോറിറ്റിയാണോ നടത്തുന്നത് ആ സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് ഉടമസ്ഥതയുള്ള കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് നടത്തുന്ന ഒരു ലോട്ടറി ആണെങ്കിൽ അത് റൺ ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിൽ അത് കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി സപ്ലൈ ഓഫ് ലോട്ടറി ഓതറൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിൽ, അതായത് നമ്മുടെ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ലോട്ടറീസൊക്കെ ആണെങ്കിൽ ആ രീതിയിലുള്ള ലോട്ടറീസ് കേരളത്തിന് വെളിയുള്ള സ്റ്റേറ്റുകളിൽ എന്ത് ചെയ്യാൻ പറ്റും, സെയിൽ ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സപ്ലൈ ഓഫ് ലോട്ടറി ഓതറൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് എങ്കിൽ ആ രീതിയിൽ സപ്ലൈ നടത്തുന്ന അതായത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓതറൈസ്ഡ് ലോട്ടറീസൊക്കെ ആണെങ്കിൽ സപ്ലൈ ഓഫ് ലോട്ടറി ആണെങ്കിൽ ആ രീതിയിലുള്ള ലോട്ടറിയുടെ സപ്ലൈയിൽ അല്ലെങ്കിൽ വിതരണത്തിൽ എങ്ങനെയാണ് ടാക്സിബിൾ സപ്ലൈ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ഓഫ് ദി 2 amount ടു ബി ഡീംഡ് ആസ് ദ വാല്യൂ. അതായത് ഇവിടെ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നെങ്കിൽ ഫേസ് വാല്യൂ ഓഫ് ടിക്കറ്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ 128. ലോട്ടറി ടിക്കറ്റിൻ്റെ ഫേസ് വാല്യൂ അതിൻ്റെ കൂടെ ഫേസ് വാല്യൂ എമൗണ്ട് ഇൻറ്റു 100 ഡിവൈഡ് ബൈ 128. അല്ല എങ്കിൽ ഇങ്ങനെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ലോട്ടറിയുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒഫീഷ്യൽ ഗസറ്റിൽ പരസ്യപ്പെടുത്തിയിരിക്കുന്ന ആ ലോട്ടറിയുടെ പ്രൈസ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ 128. ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് ഹയസ്റ്റ് വാല്യൂ അതായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, ടാക്സിബിൾ വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്നത് സപ്ലൈ ഓഫ് ലോട്ടറി ഓതറൈസ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ. ഓക്കെ,
ഒന്നെങ്കിൽ ഗവൺമെൻറ് ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് ഓതറൈസേഷൻ അതോറിറ്റി ഓതറൈസ്ഡ് ആയിട്ട് നടത്തുന്ന ലോട്ടറിയുടെ സപ്ലൈയുടെ കാര്യത്തിലാണെങ്കിൽ ആ ലോട്ടറിയുടെ ഫേസ് വാല്യൂ ഇൻറ്റു 100 ഡിവൈഡ് ബൈ 128 അല്ല അന്നേരം കിട്ടുന്ന വാല്യൂ അല്ല എങ്കിൽ എന്താണ് അതിൻ്റെ ഒഫീഷ്യൽ ഗസറ്റിൽ പരസ്യപ്പെടുത്തിയിരിക്കുന്ന ആ ലോട്ടറിയുടെ പ്രൈസ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ 128. ഇതിൽ ഏതാണോ ഹയസ്റ്റ് ആയിട്ട് വരുന്ന വാല്യൂ അതായിരിക്കും ടാക്സിബിൾ വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലോട്ടറിയുടെ കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് ആക്ഷനബിൾ ക്ലെയിം ഇൻ ദ ഫോം ഓഫ് ചാൻസ് ടു വിൻ ബെറ്റിംഗ് ഗാംബ്ലിംഗ് ഓർ ഹോഴ്സ് റേസിംഗ് ഇൻ റേസ് ക്ലബ്ബ്. ഓക്കെ, ആ രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ അതായത് ലോട്ടറി, ബെറ്റിംഗ്, ഗാംബ്ലിംഗ്, ഹോഴ്സ് റേസിംഗ് മുതലായ കാര്യങ്ങളാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ടാക്സിബിൾ വാല്യൂ ഓഫ് സപ്ലൈ കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയും സപ്ലയർ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഏത് തരത്തിലുള്ള സപ്ലയർ റിസീവറിന് കൊടുക്കുന്നതെങ്കിൽ ആ രീതി വഴി അതിൻ്റെ ടാക്സിബിൾ ഈ രീതിയിലുള്ള ഹോഴ്സ് ബെറ്റിങ്, ഗാംബ്ലിങ്, ഹോഴ്സ് റേസിംഗ് മുതലായ കാര്യങ്ങൾ റിസീവറിന് സ്വീകരിക്കുകയാണെങ്കിൽ റിസീവറിന് കൊടുക്കേണ്ട ടാക്സ് വാല്യൂ കണക്കാക്കുന്നത് എത്ര എമൗണ്ട് ആണോ ഈ രീതിയിൽ ബെറ്റിങ്ങിന് പന്തായം വെച്ചേക്കുന്നത് അല്ലെങ്കിൽ ഗാംബ്ലിംഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹോഴ്സ് റേസിങ്ങിന് വേണ്ടി റിസീപ്പിൻ്റെ മുടക്കുന്നത് അതിൻ്റെ ടോട്ടൽ ഫേസ് വാല്യൂ ആ ഫുൾ എമൗണ്ടും എന്തായിരിക്കും ടാക്സിബിൾ വാല്യൂ ആയിട്ടായിരിക്കും എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ബെറ്റിംഗ് ആയിക്കോട്ടെ, ഗാംബ്ലിംഗ് ആയിക്കോട്ടെ, ഹോഴ്സ് റേസിംഗ് ആയിക്കോട്ടെ, എത്രയാണോ ഈ രീതിയിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നതിന് റെസിപ്പിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് അതായിരിക്കും ടാക്സിബിൾ വാല്യൂ. ആ 100% എമൗണ്ട് അങ്ങനെ വാങ്ങുന്ന 100% എമൗണ്ടും എന്തായിരിക്കും ടാക്സിബിൾ വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞേക്കുന്ന കാര്യം 31A 3 രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. സപ്ലൈ ഓഫ് ലോട്ടറി റൺ ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉടമസ്ഥതയിലാണ് നടക്കുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്, സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ മാത്രമേ സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിലുള്ള ലോട്ടറിയുടെ ടാക്സിബിൾ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോട്ടറിയുടെ ഫേസ് വാല്യൂ ഇൻറ്റു 100 ഡിവൈഡ് ബൈ 112 അല്ല എങ്കിൽ എന്താണ് ഒഫീഷ്യൽ ഗസറ്റിൽ പരസ്യപ്പെടുത്തിയിരിക്കുന്ന ആ രീതിയിലുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ് റൺ ചെയ്യുന്ന ലോട്ടറിയുടെ പ്രൈസ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ 112. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓതറൈസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉടമസ്ഥാവകാശത്തിലുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ് ഓതറൈസ് ചെയ്തിരിക്കുന്ന ലോട്ടറിയുടെ സപ്ലൈ ആണെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈ ഓതറൈസ് ചെയ്തിരിക്കുന്ന ലോട്ടറീസൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കേരളത്തിൽ എന്ന് പറയുന്ന ആ സ്റ്റേറ്റിൻ്റെ വെളിയിൽ കൊണ്ടുപോയി സെയിൽ ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള ലോട്ടറിയുടെ കാര്യത്തിലാണെങ്കിൽ എന്താ പറഞ്ഞേ, എങ്ങനെയാണ് ഫേസ് വാല്യൂ, എങ്ങനെയാണ് ടാക്സിബിൾ വാല്യൂ നിർണ്ണയിക്കുന്നത്? ഒന്നെങ്കിൽ ആ രീതിയിൽ നടക്കുന്ന ഓതറൈസ്ഡ് ടിക്കറ്റിൻ്റെ സപ്ലൈയിൽ ആ ടിക്കറ്റിൻ്റെ ഫേസ് വാല്യൂ ഇൻറ്റു 100 ഡിവൈഡ് ബൈ 128 അല്ല എങ്കിൽ എന്താണ് അതിൻ്റെ ആ ലോട്ടറിയുടെ ഒഫീഷ്യൽ ഗസറ്റിൽ പരസ്യപ്പെടുത്തിയിരിക്കുന്ന പ്രൈസ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ 128 ഇതിലേതാണോ ലിസ്റ്റ് നേരത്തെ വരുന്നത് ഇതിൽ ഏതാണ് ഹയർ അതായിരിക്കും എടുക്കുക. ഇനി ഗാംബ്ലിംഗ് അതുപോലെ തന്നെ ബെറ്റിംഗ്, ഹോഴ്സ് റേസിംഗ് മുതലായ കാര്യങ്ങളാണെങ്കിൽ ഫേസ് വാല്യൂവിൻ്റെ 100% എന്തായിട്ട് എടുക്കും, നമ്മൾ ടാക്സിബിൾ വാല്യൂ ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ഇനി അടുത്ത കാര്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് 32 ആണ്. റൂൾ 32 പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ റെസ്പെക്ട് ഓഫ് സർട്ടൺ സപ്ലൈസ്. ഓക്കെ, 32 ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. പർച്ചേസ് ഓർ സെയിൽ ഓഫ് ഫോറിൻ കറൻസി ഇൻക്ലൂഡിംഗ് മണി ചേഞ്ചിങ്, booking of ticket for air travel by an air travel agent, life insurance business, value supply of second hand goods, special valuation method for 5 supplies, valuation of redeemable voucher, stamps, coupons, tokens, etc. ഈ രീതിയിലുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഈ രീതിയിലുള്ള കാര്യങ്ങളുടെയൊക്കെ ടാക്സിബിൾ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മൾ 32 പ്രധാനമായിട്ടും പറയുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പർച്ചേസ് ഓർ സെയിൽ ഓഫ് ഫോറിൻ കറൻസി ഇൻക്ലൂഡിംഗ് മണി ചേഞ്ചിങ്. അതായത് നമ്മളൊക്കെ എന്താണ്, ഇപ്പോൾ നമ്മളൊക്കെ ഒരു ബിസിനസ്സുകാരനാണ് അല്ലെങ്കിൽ നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻ കറൻസി എന്തായാലും എടുക്കില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഇന്ത്യൻ കറൻസി ഒന്നുകിൽ എന്താണ് ഫോറിൻ കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇനി നമ്മുടെ കയ്യിൽ ഫോറിൻ കറൻസി ആണെങ്കിൽ നമ്മൾ ഏത് രാജ്യത്തേക്കാണ് പോകുന്നത് ആ രാജ്യത്തെ ഫോറിൻ കറൻസിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു രാജ്യത്തെ കറൻസി നമ്മുടെ ഇന്ത്യൻ കറൻസിയെ ഫോറിൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയും അത് തിരിച്ച് ഫോറിൻ കറൻസി ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നത് വഴി നമുക്ക് ലഭിക്കുന്നത് ഒരു സർവീസാണ് അല്ലേ. ഫോറിൻ ആ സേവനത്തിന് എന്ത് ചെയ്യണം, അങ്ങനെ നൽകപ്പെടുന്ന സേവനത്തിന് തീർച്ചയായിട്ടും നമ്മൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കാൻ ബാധ്യതയുള്ള വ്യക്തിയാണ്. ആ രീതിയിലുള്ള ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ കാര്യത്തിൽ
ആ രീതിയിലുള്ള ഗുഡ്സിൻ്റെ സർവീസിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് ടാക്സിബിൾ വാല്യൂ ഡിറ്റർമിൻ ചെയ്യണമെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന പർച്ചേസ് ഓർ സെയിൽ ഓഫ് ഫോറിൻ കറൻസി ഇൻക്ലൂഡിങ് മണി ചേഞ്ചിങ്. ഓക്കെ, അതായത് നമ്മുടെ ഇന്ത്യൻ കറൻസിയെ ഫോറിൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഫോറിൻ കറൻസി ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയോ ചെയ്യുന്ന ഒരു മെത്തേഡ്. അത് രണ്ട് രീതിയിലാണ് നമ്മൾ അതിൻ്റെ ടാക്സിബിൾ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് മെത്തേഡ് 1 ഫസ്റ്റ് കേസാണ് നമ്മൾ പറയാൻ പോകുന്നത്. രണ്ട് രീതിയിലുള്ള മെത്തേഡ് ഉണ്ട് ഇതിന്. അതിൻ്റെ അകത്ത് മെത്തേഡ് 1 ആണ് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മെത്തേഡ് 1 ഫസ്റ്റ് കാര്യം, മെത്തേഡ് 1 തന്നെ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അതെങ്ങനെ നമുക്കൊന്ന് പഠിക്കാം. ട്രാൻസാക്ഷൻ വെയർ വൺ ഓഫ് ദി കറൻസീസ് എക്സ്ചേഞ്ച് ഈസ് ആൻ ഇന്ത്യൻ റുപ്പീസ്. അതായത് മെത്തേഡ് 1 ഫസ്റ്റ് കേസാണ് പറയാൻ പോകുന്നത്. ട്രാൻസാക്ഷൻ വെയർ വൺ ഓഫ് ദി കറൻസീസ് എക്സ്ചേഞ്ച് ഈസ് ആൻ ഇന്ത്യൻ റുപ്പീസ്. അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു രാജ്യത്തെ ഏതെങ്കിലും ഒരു ഫോറിൻ കറൻസി അത് ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്തായിരിക്കും സംഭവിക്കുകയെന്ന്. അല്ല എങ്കിൽ ഇന്ത്യൻ കറൻസിയെ ഫോറിൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഫോറിൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇവിടെ ഇന്ത്യൻ കറൻസി ഫോറിൻ കറൻസി ഇന്ത്യൻ കറൻസിയിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യൻ കറൻസിയെ ഫോറിൻ കറൻസിയിലേക്കോ ആണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യത്തിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം RB റെഫറൻസ് റേറ്റ് ഈസ് അവൈലബിൾ. അതായത് നമ്മളുടെ ഫോറിൻ കറൻസിക്കൊക്കെ എന്താണ് നമുക്കറിയാലോ, നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു US ഡോളറിൻ്റെ വില ഇന്ത്യയിൽ ഇപ്പോൾ തൽക്കാലം നിങ്ങൾ സങ്കല്പിക്കുക 64 രൂപയെന്ന് സങ്കല്പിക്കുക. ഓക്കെ, അതായത് ഒരു US ഡോളർ ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 64 രൂപയായിരിക്കും ഇന്ത്യൻ കറൻസി എന്ന് പറയുന്നത്. അതേ സെയിം രീതിയിൽ ഈ ഒരു US ഡോളേഴ്സിന് നമ്മുടെ റിസർവ് ബാങ്ക് RB എന്തിട്ടുണ്ടാകും, ഒരു റേറ്റ് ഇട്ടുണ്ടാകും. ഓക്കെ, ആ റേറ്റ് അവൈലബിൾ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ബൈയിങ് റേറ്റ് ആൻഡ് സെല്ലിംഗ് റേറ്റ് ഓഫ് ഇന്ത്യൻ കറൻസീസ് മൈനസ് RB റെഫറൻസ് റേറ്റ് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് ഫോറിൻ കറൻസി. അത് ആണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ 100 US ഡോളേഴ്സ് ഉണ്ടെന്ന് കരുതുക. എൻ്റെ കയ്യിൽ 100 US ഡോളേഴ്സ് ഉണ്ട്. അത് ഇന്ത്യൻ കറൻസി എൻ്റെ കയ്യിൽ അതൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് RB റേറ്റ് റെഫറൻസ് റേറ്റ് അവൈലബിൾ ആകുന്ന സന്ദർഭത്തിലെ കാര്യമാണ് പറയുന്നത്. അതെങ്ങനെയാണ് നമ്മൾ ഫോറിൻ കറൻസി നമ്മൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യും. സോ നമ്മുടെ ഇന്ത്യൻ കറൻസി ഫോറിൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഫോറിൻ കറൻസി നമ്മൾ വാങ്ങുകയോ ചെയ്യുന്ന റേറ്റ് ഇൻറ്റു RB ഫോറിൻ കറൻസിക്ക് നിശ്ചയിച്ചിരിക്കുന്ന റേറ്റ് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ് ഫോറിൻ കറൻസി, എത്ര ഫോറിൻ കറൻസി നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ കറൻസിയിലേക്ക്. ഇതാണ് റൂൾ എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു ഉദാഹരണത്തിലൂടെ അത് പറഞ്ഞു തരാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ 100 US ഡോളർ ഉണ്ടെന്ന് കരുതുക. US ഡോളറിന് അത് എൻ്റെ കയ്യിൽ 100 US ഡോളർ ഉണ്ട്. അത് ഞാൻ വിൽക്കുകയാണ്, എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ എക്സ്ചേഞ്ച് വിൽക്കുകയാണെങ്കിൽ ഇന്ത്യൻ കറൻസി എന്ന് പറയുന്നത് 64 രൂപ വെച്ച് ഒരു US ഡോളറിന് കിട്ടും. അപ്പോൾ മൊത്തം എത്രയായി, 100 US ഡോളറിന് 64 രൂപ വെച്ചുകൊണ്ടാണെങ്കിൽ 6400 രൂപ എനിക്ക് കിട്ടും. ശരിയല്ലേ? 6400 രൂപ കിട്ടും. എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഒരു ഞാൻ വിൽക്കുകയാണെങ്കിൽ ഒരു US ഡോളറിന് ഞാൻ വിൽക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എത്ര രൂപയ്ക്കാണ്, 64 രൂപയ്ക്കാണ് ഞാൻ വിൽക്കുന്നത്. 64 രൂപയ്ക്കാണ് വിൽക്കുന്നത്. പക്ഷേ ഒരു US ഡോളറിന് RBI നിശ്ചയിച്ചിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എത്ര രൂപയാണ്, 65 രൂപയാണ്. ഓക്കെ, അപ്പോൾ 64 രൂപ എൻ്റെ കയ്യിലുള്ള ഒരു US ഡോളറിന് 64 രൂപയുണ്ട്. അതുപോലെ തന്നെ എന്താണ് അത് ആ 100 US ഡോളേഴ്സ് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് എത്ര ഇന്ത്യൻ കറൻസി ആക്കി മാറ്റാൻ പറ്റും, 6400 രൂപ മൂല്യമുള്ള ഇന്ത്യൻ കറൻസി ആക്കി മാറ്റാൻ പറ്റും. കാരണം ഒരു US ഡോളറിൻ്റെ വില 64 രൂപ, 100 US ഡോളേഴ്സിൻ്റെ വില 6400 രൂപയായി മാറി. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് നോക്കുക. അപ്പോൾ ഒരു US ഡോളറിൻ്റെ വില എന്ന് പറയുന്നത് 64 രൂപയാണ്. അത് ആണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്, ഒരു ബൈ ഓർ സെല്ലിംഗ് റേറ്റ് എന്ന് പറയുന്നത്. ആ ഫോറിൻ കറൻസി US ഡോളർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന റേറ്റാണ് 64 രൂപ എന്ന് പറയുന്നത്. ഈ 64 രൂപയ്ക്ക് അതുകൊണ്ടൊപ്പം തന്നെ ഒരു US ഡോളറിന് നമ്മുടെ റിസർവ് ബാങ്ക് നിശ്ചയിച്ചേക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 65 രൂപയാണ്. 65 രൂപയാണ് നിശ്ചയിച്ചേക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ടാക്സിബിൾ വാല്യൂ ഓഫ് കറൻസി എത്രയെന്ന് കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യണം, എത്ര രൂപയ്ക്കാണോ ഞാനിത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്, എത്ര രൂപയ്ക്കാണ് ഞാൻ വാങ്ങുന്നത്, ഞാൻ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് 64 രൂപയ്ക്കാണ്. RBI നിശ്ചയിച്ചിരിക്കുന്ന റേറ്റ് എത്രയാണ്, 65 രൂപയാണ്. അപ്പോൾ RBI റെഫറൻസ് റേറ്റ് മൈനസ് അതായത് RBI റെഫറൻസ് റേറ്റായി 65 രൂപ, US ഡോളേഴ്സിന് RBI നിശ്ചയിച്ചിരിക്കുന്ന 65 രൂപ മൈനസ് എത്ര രൂപയ്ക്കാണ് ഇത് വിൽക്കുന്നത്, ഒരു US ഡോളേഴ്സിന് 64 രൂപ. അപ്പോൾ 65 RBI റേറ്റ് മൈനസ് ബൈയിങ് ഓർ സെല്ലിംഗ് US ഡോളേഴ്സ്.
ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് ഫോറിൻ കറൻസീസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? ഞാൻ 65 രൂപയാണ് നമ്മുടെ റിസർവ് ബാങ്ക് RBI റേറ്റ് US ഡോളേഴ്സിന് നിശ്ചയിക്കുന്നത്. 65 മൈനസ് എത്ര രൂപയ്ക്ക് ഞാൻ വിൽക്കുന്നത്? 64 രൂപയ്ക്കാണ് ഞാൻ ഇത് വിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു US ഡോളറിന് 64 രൂപ വെച്ചാണ് വിൽക്കുന്നത്. സോ 65 മൈനസ് 64. അപ്പോൾ എത്ര കിട്ടും എനിക്ക്? അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1 രൂപ കിട്ടും. അത് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്, അത് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് ഫോറിൻ കറൻസി, അതായത് എത്ര ഫോറിൻ കറൻസി ഞാൻ കൺവേർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ കറൻസിയിലേക്ക്, എത്ര കൺവേർട്ട് ചെയ്യുന്നുണ്ട്? $100 കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റു 100. അപ്പോൾ 65 RBI റേറ്റ് മൈനസ് 64 ഫോറിൻ എക്സ്ചേഞ്ച് കറൻസി റേറ്റ് അല്ലെങ്കിൽ ബൈയിങ് സെല്ലിംഗ് ഫോറിൻ US ഡോളേഴ്സ് റേറ്റ് ഇൻറ്റു 100 US ഡോളേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 100 രൂപയായിരിക്കും ടാക്സിബിൾ വാല്യൂ ഓഫ് ഫോറിൻ കറൻസി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 100 രൂപയ്ക്കായിരിക്കണം ഞാൻ എന്തടയ്ക്കേണ്ടത്? ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. ഇതാണ് ഫസ്റ്റ് സന്ദർഭം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് RBI റെഫറൻസ് റേറ്റ് അവൈലബിൾ അല്ല ഫോറിൻ കറൻസിക്ക്. അതായത് നമ്മളെന്താണ്, നമ്മുടെ കയ്യിൽ US ഡോളേഴ്സ് ഉണ്ട്, പക്ഷേ നമുക്കെന്താണ് RBI റേറ്റ് നമുക്ക് അവൈലബിൾ അല്ലാത്ത ഒരു സന്ദർഭത്തിൽ എങ്ങനെയായിരിക്കും? അങ്ങനെയാണെങ്കിൽ എത്ര ഫോറിൻ കറൻസി ഉണ്ട് എനിക്ക്? എൻ്റെ കയ്യിൽ 100 US ഡോളേഴ്സ് ഉണ്ട്. അതിന് എത്ര രൂപയ്ക്ക് ഞാനത് വിൽക്കുന്നത്? 64 രൂപ ഒരു US ഡോളേഴ്സിന് വെച്ചാണ്, ഇന്ത്യൻ റുപ്പീസ് വെച്ചാണ് ഞാൻ വിൽക്കുന്നത്. 64 × 100 മൊത്തം എത്ര രൂപയായി? 6400 രൂപയായില്ലേ? ഓക്കെ, 6400 രൂപയായി. 6400ൻ്റെ 1% ആയിരിക്കും എന്തായിട്ട് എടുക്കുക? ഞാൻ ടാക്സിബിൾ വാല്യൂ ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിലുള്ള സന്ദർഭമാണ് പറയുന്നത്. ഒരു ഫോറിൻ കറൻസി ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഒന്നെങ്കിൽ RBI റേറ്റ്, ആ ഫോറിൻ കറൻസി കൺവേർട്ട് ചെയ്യപ്പെടുന്ന ഫോറിൻ കറൻസിയുടെ RBI റേറ്റ് അവൈലബിൾ ആവുകയാണെങ്കിൽ RBI റേറ്റ് ഓഫ് ഫോറിൻ കറൻസി മൈനസ് എത്ര രൂപയ്ക്കാണ് ബൈയിങ് സെല്ലിങ് ചെയ്യുന്നത് ആ ഫോറിൻ കറൻസി ഇൻറ്റു എത്ര ഫോറിൻ കറൻസി നമ്മൾ വിൽക്കുന്നുണ്ട്, അതായിരിക്കും ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ ഓഫ് ഫോറിൻ കറൻസി എന്ന് പറയുന്നത്. ഇനി RBI റേറ്റ് നമുക്ക് അവൈലബിൾ അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഞാൻ 100 US ഡോളേഴ്സ് വിൽക്കുന്നുണ്ട്, ഇന്ത്യൻ കറൻസി ആയിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു US ഡോളറിന് 64 രൂപ വെച്ചുകൊണ്ട് 100 ഒരു US ഡോളറിന് 100 രൂപ വെച്ചുകൊണ്ട് 100 US ഡോളർ ഞാൻ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. മൊത്തം 6400 രൂപയായില്ലേ? ഈ 6400 രൂപ ടോട്ടൽ എത്ര എനിക്ക് ഇന്ത്യൻ കറൻസി ആയിട്ട് കിട്ടുന്നുണ്ട്? എനിക്ക് 6400 കിട്ടുന്നുണ്ട് ഇല്ലേ? അപ്പോൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്യപ്പെടുന്ന ഫോറിൻ കറൻസി എത്ര നെറ്റ് എമൗണ്ടിലേക്കാണ് ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യണേ, അതിൻ്റെ 1% ആയിരിക്കും എന്തായിട്ട് എടുക്കുന്നത്? നമ്മൾ ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ ഓഫ് ഫോറിൻ കറൻസി ആയിട്ട് എടുക്കുന്നത്. RBI റെഫറൻസ് റേറ്റ് നമുക്ക് അവൈലബിൾ അല്ല എങ്കിൽ. ഇതാണ് മെത്തേഡ് 1ലെ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത കാര്യം നമുക്ക് നോക്കാം. ട്രാൻസാക്ഷൻ വെയർ നെയ്തർ ഓഫ് ഫോറിൻ കറൻസീസ് transaction where the neither of the currencies exchanged is an Indian rupees. ഓക്കെ, അതായത് രണ്ട് രീതിയിലുള്ള കാര്യം ഇവിടെ സംഭവിക്കുന്നത്. ഇതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ സംഭവിക്കുന്നത് രണ്ട് രീതിയിലുള്ള ഫോറിൻ കറൻസീസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള കറൻസികളാണ്, അതായത് രണ്ട് രീതിയിലുള്ള ഫോറിൻ കറൻസികളാണ് ഇവിടെ എക്സ്ചേഞ്ച് നടക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ അതായത് രണ്ട് ഫോറിൻ കറൻസികൾ തമ്മിൽ, ഇപ്പോൾ ജപ്പാൻ്റെ സെൻ എന്ന് പറയുന്ന വിപണന കറൻസിയും അമേരിക്കയുടെ US ഡോളറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് കരുതുക. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എങ്ങനെയാണ് ടാക്സിബിൾ വാല്യൂ നിർണ്ണയിക്കുന്നത് നമുക്കൊന്ന് പഠിക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ജപ്പാൻ്റെ സെൻ ആണ്. അത് ഞാൻ എന്ത് ചെയ്യുന്നു? അത് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്നു? അത് ഞാൻ US ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എങ്ങനെയാണ് ടാക്സിബിൾ വാല്യൂ നിർണ്ണയിക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഉദാഹരണത്തിലൂടെ വേണമെങ്കിലും പഠിക്കാം. 1% ഓഫ് ദി ലെസർ ടു എമൗണ്ട്സ് വെൻ കൺവേർട്ടഡ് ടു ഇന്ത്യൻ റുപ്പീസ് RBI റെഫറൻസ് റേറ്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. 1% ഓഫ് ലെസർ ഓഫ് ദി ടു എമൗണ്ട്സ് വെൻ കൺവേർട്ടഡ് ടു ഇന്ത്യൻ റുപ്പീസ് അറ്റ് ദ RBI റെഫറൻസ് റേറ്റ്. അതായത് നമ്മുടെ ഈ രണ്ട് ഫോറിൻ കറൻസിനെ എന്ത് ചെയ്യുന്നു? RBIയുടെ റെഫറൻസ് റേറ്റ് ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് ഏതോ അതിൻ്റെ 1% ആയിരിക്കും ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്നത് രണ്ട് ഫോറിൻ കറൻസിയുടെ എക്സ്ചേഞ്ചിൽ. ഓക്കെ, അതായത് ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ US-ൻ്റെ
$9,000 US എൻ്റെ കയ്യിലുണ്ടെന്ന് കരുതുക. അതുപോലെ തന്നെ ജപ്പാൻ്റെ 4,500 സെന്നും ഉണ്ടെന്ന് കരുതുക. ഓക്കെ, ഇതിൻ്റെ RBI റേറ്റ് എന്ന് പറയുന്നത് അതിനെ ഞാൻ എന്താണ് നമ്മുടെ ഇന്ത്യയിലെ RBI റെഫറൻസ് റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. US ഡോളറിനെ ഏറ്റവും ആദ്യം കൺവേർട്ട് ചെയ്തപ്പോൾ ഇങ്ങോട്ട് നോക്കി, എൻ്റെ കയ്യിൽ എത്രയുണ്ടായിരുന്നു? എൻ്റെ കയ്യിൽ 9,000 US ഡോളേഴ്സ് ഉണ്ടായിരുന്നു. അത് ഇൻറ്റു RBI റെഫറൻസ് റേറ്റ് എന്ന് പറയുന്ന 63 രൂപ വെച്ചാണ് കൺവേർട്ട് ചെയ്തത്. മൊത്തം 5,67,000 രൂപയുടെ വാല്യൂ ഉണ്ട് എൻ്റെ കയ്യിലുള്ള US ഡോളേഴ്സിന്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ അതിനെ ജപ്പാൻ്റെ സെന്നിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ ജപ്പാൻ്റെ സെൻ എന്ന് പറയുന്നത് എത്രയാണ്? 4,500 എൻ്റെ കയ്യിലുണ്ടെന്ന് കരുതുക. 4,500 എൻ്റെ കയ്യിലുണ്ട്. 4,500 ജപ്പാൻ്റെ സെൻ ഉണ്ട്, കറൻസീസ് ഉണ്ട് എൻ്റെ കയ്യിൽ. അതിന് RBI റെഫറൻസ് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ് നോക്കി, 82 രൂപ വെച്ചാണ്. അതിന് ഞാൻ എന്താണ് RBI റെഫറൻസ് റേറ്റ് വെച്ചുകൊണ്ട് ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്തത് ഇപ്പോൾ എത്രയായി മാറി? 3,69,000 രൂപയായി മാറി. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കറൻസികളെയും ഈ പരസ്പരം എക്സ്ചേഞ്ച് നടത്തേണ്ട ഈ രണ്ട് കറൻസികളുടെയും മൂല്യത്തെ എന്താണ് പരസ്പരം ഇന്ത്യൻ കറൻസിയുടെ RBI റെഫറൻസ് റേറ്റ് വെച്ചുകൊണ്ട് ഇന്ത്യൻ കറൻസിയുടെ മൂല്യത്തിലേക്ക് വന്നപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ റേറ്റ് കിട്ടി എനിക്ക്, ഇല്ലേ? ഇതിൻ്റെ അകത്ത് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള റേറ്റ് ഏതിൻ്റെയാണ്? ഇതിൻ്റെ ഏറ്റവും ആയിട്ടുള്ള ലീസ്റ്റ് ആയിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് ജപ്പാൻ്റെ സെൻ ആണ്. ഓക്കെ, അതിൻ്റെ വില എന്ന് പറയുന്നത് 3,69,000 രൂപയാണ്. ഇതിൻ്റെ 1% ഞാൻ എടുക്കുകയാണെങ്കിൽ എത്ര കിട്ടും? 3,690 രൂപയായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കറൻസി പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് ജപ്പാൻ്റെ UK ആണ്, ജപ്പാൻ്റെ സെൻ ആണ് കറൻസി ഏറ്റവും റേറ്റ് കുറഞ്ഞായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ 1% എന്ന് പറയുന്നത് 3,690 രൂപയാണ് എനിക്ക് കിട്ടുന്നത്, അല്ലേ? 3,690 രൂപയാണ് ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കേസ് ഇത്രയേ ഉള്ളൂ. കേസ് മെത്തേഡ് 1ൻ്റെ അകത്ത് ഫോറിൻ കറൻസിയുടെ എക്സ്ചേഞ്ചിൻ്റെ അകത്ത് രണ്ട് ഫോറിൻ കറൻസികൾ തമ്മിലുള്ള എക്സ്ചേഞ്ചാണ് സംഭവിക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഫോറിൻ കറൻസികൾ തമ്മിൽ എക്സ്ചേഞ്ച് നടക്കുമ്പോൾ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള രണ്ട് ഫോറിൻ കറൻസികൾ തമ്മിൽ എക്സ്ചേഞ്ച് നടക്കുമ്പോൾ ആ രണ്ട് ഫോറിൻ കറൻസിൻ്റെ വാല്യൂവിനെയും ഇന്ത്യൻ RBI റെഫറൻസ് റേറ്റ് അനുസരിച്ചുകൊണ്ട് ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് ലീസ്റ്റ് ആയിട്ട് വരുന്ന ഫോറിൻ കറൻസിയുടെ 1% ആയിരിക്കും ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഫോറിൻ കറൻസിയുടെ കാര്യത്തിൽ പറയുന്ന കാര്യമാണ് മെത്തേഡ് 2 എന്ന് പറയുന്നത്. മെത്തേഡ് 2 എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടേബിൾ സ്ലാബിൻ്റെ സഹായത്തോടു കൂടിയാണ് പറയുന്നത്. അതെങ്ങനെയെന്ന് നിങ്ങൾ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെത്തേഡ് ഇപ്പം നിങ്ങൾക്ക് ഫോറിൻ കറൻസിയുടെ വാല്യുവേഷനിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്താണ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ എപ്പോഴും എന്താണ് അയാളുടെ കയ്യിൽ ഉണ്ടാകും ഇന്ത്യൻ കറൻസി ആയിരിക്കാം. സോ ഇന്ത്യൻ കറൻസി വിദേശ രാജ്യങ്ങൾ എടുക്കാതെ വരുമ്പോൾ എന്താണ് അത് ഫോറിൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഫോറിൻ കറൻസിയിലേക്ക് ഇങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്യും. ഇന്ത്യൻ കറൻസിനെ ഫോറിൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്താലും ഫോറിൻ കറൻസിനെ ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്താലും അവിടെ ഒരു സർവീസാണ് സെയിലും ചെയ്യുന്നത്. ഇതിനെന്തുണ്ട്? ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ ഉണ്ട്. അത് ഡിറ്റർമൈൻ ചെയ്യാൻ രണ്ട് രീതിയിലുള്ള മെത്തേഡാണുള്ളത്. ഫസ്റ്റ് മെത്തേഡ് ഒന്നെങ്കിൽ ഏതൊരു വ്യക്തിയും ഒരു കൊല്ലം ഫോളോ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ഒന്നാമത്തെ മെത്തേഡ് അല്ല എങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. ഇതിൻ്റെ അകത്ത് ഒരു വ്യക്തി ഏതെങ്കിലും ഒരു മെത്തേഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആദ്യത്തെ മെത്തേഡ് ചൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ മെത്തേഡ് ചൂസ് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു മെത്തേഡ് മാത്രമേ ഒരു കൊല്ലം ഒരു വ്യക്തിക്ക് ചൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി രണ്ടാമത്തെ മെത്തേഡ് അനുസരിച്ച് എങ്ങനെയാണ് ഫോറിൻ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്ന വഴിയുള്ള ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ നിർണ്ണയിക്കുന്നതെന്ന് നമുക്ക് പഠിക്കാം. അതൊരു ടേബിളിൻ്റെ സഹായത്തോടു കൂടിയാണ് പറഞ്ഞു തരുന്നത്. ഇതിനകത്ത് വരുന്ന കാര്യം എന്തെന്ന് നോക്കുക. ഒന്നാമത്തെ കാര്യം എങ്ങനെയെന്ന് നോക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 700 അതായത് ഒരു ഫോറിൻ കറൻസി ഇന്ത്യൻ കറൻസിയിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നത് വഴി ഇന്ത്യൻ കറൻസി എന്ന് പറയുന്നത് 1,00,000 താഴെയാണെങ്കിൽ ആ രീതിയിൽ എക്സ്ചേഞ്ച് നടത്തുന്ന ഫോറിൻ കറൻസിയുടെ ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എത്ര രൂപയാണോ ട്രാൻസാക്ഷൻ ചെയ്യുന്നത് അതിൻ്റെ 1% ഒരു ഫോറിൻ കറൻസി എത്ര എമൗണ്ട് ആണോ ഇന്ത്യൻ കറൻസിയിലേക്ക് ട്രാൻസാക്ഷൻ ചെയ്ത വഴി കിട്ടുന്ന നെറ്റ് എമൗണ്ട് എത്രയോ അതിൻ്റെ 1% അല്ല എങ്കിൽ 250 ഇതിൻ്റെ അകത്ത് 250 രൂപ ഇതിൻ്റെ അകത്ത് എത്ര രൂപയാണ് ഹയസ്റ്റ് ആയിട്ട് വരുന്നത് അതായിരിക്കും എന്തായിട്ട് എടുക്കുന്നത് ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു 750 $US ഉണ്ടെന്ന് കരുതുക. അതിന് പെർ റേറ്റ് എൻ്റെ കയ്യിൽ 1 മിനിറ്റ് എൻ്റെ കയ്യിൽ $750 ഉണ്ടെന്ന് കരുതുക. ഞാൻ അതിന് ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഏകദേശം 75,000 രൂപ കിട്ടിയെന്ന് കരുതുക. ഓക്കെ, അതാണ് എൻ്റെ കയ്യിൽ ഒരു $750 ഉണ്ട്. എത്രയുണ്ട്? 750. 1,00,000 താഴെ ആയിരിക്കണം എൻ്റെ ഫോറിൻ കറൻസി ഞാൻ കൺവേർട്ട് ചെയ്യേണ്ടത്.
ഫോറിൻ കറൻസി അതായത് ഈ ഫോറിൻ കറൻസി ഞാൻ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ വന്നേക്കുന്ന നെറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 1,00,000 താഴെയാണെങ്കിലുള്ള സന്ദർഭമാണ് ഈ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഒന്നുകിൽ അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫോറിൻ കറൻസി ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന നെറ്റ് എമൗണ്ടിൻ്റെ 1% അല്ല എങ്കിൽ എന്താണ് 250 രൂപ അതായിരിക്കും അതിൻ്റെ അകത്ത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളതായിരിക്കും ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു $750 ഉണ്ട്. അത് ഞാൻ ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ ഏകദേശം 75,000 രൂപ കിട്ടിയെന്ന് കരുതുക. ഓക്കെ, ആ 75,000-ൻ്റെ 1% എന്ന് പറയുന്നത് എത്ര രൂപയായിരിക്കും? 750 രൂപയായിരിക്കും അല്ലേ? അതാണോ വലുത്? അല്ല എങ്കിൽ 250 രൂപയാണോ വലുത്? തീർച്ചയായിട്ടും ഏതായിരിക്കും വലുത്? 750 രൂപയായിരിക്കും വലുത്. ആ 750 രൂപയായിരിക്കും ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ എന്തെന്നുള്ളത് അല്പം കൂടി കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. പാടുള്ള കാര്യം തന്നെയാണ്. അതായത് ഞാൻ എൻ്റെ കയ്യിലെ ഫോറിൻ കറൻസീസ് ഇന്ത്യൻ കറൻസീസിൽ കൺവേർട്ട് ചെയ്തപ്പോൾ വന്നേക്കുന്ന നെറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 1,00,000-നും 10,00,000-നും ഇടയിലാണെങ്കിൽ എങ്ങനെയായിരിക്കും ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ നിർണ്ണയിക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ നോക്കുക, 1,00,000 രൂപ വരെയുള്ള എൻ്റെ കയ്യിൽ 1,00,000 രൂപ വരെയുള്ള ഫോറിൻ കറൻസിയുടെ ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് 1,000 റുപ്പീസാണ്. അതായത് 1,00,000 രൂപയുടെ 1% എന്ന് പറയുന്നതാണ് ഈ 1,000 എന്ന് പറയുന്നത്. നിങ്ങൾ മുകളിൽ നോക്കി 1,00,000 രൂപ വരെയാണെങ്കിൽ 1,00,000 രൂപ വരെയാണെങ്കിൽ ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 1,00,000-ൻ്റെ 1% എന്ന് പറയുന്നത് 1,000 ആണ്. ഓക്കെ, ഇപ്പോൾ അതൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. ആ 1,000 പ്ലസ് 0.5% ബാക്കി റിമൈനിങ് ബാലൻസിൻ്റെ എമൗണ്ട് ആയിരിക്കണം. ഈ രണ്ടും കൂടി കൂട്ടുന്നതായിരിക്കണം ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ എന്നാണ് പറഞ്ഞു വരുന്നത്. അതൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. എൻ്റെ കയ്യിൽ ഒരു 2,50,000 രൂപയുടെ $US ഉണ്ടെന്ന് കരുതുക. ഓക്കെ, അതായത് ഞാൻ എൻ്റെ കയ്യിൽ ഒരു $2,500 ഉണ്ടായിരുന്നു. അത് ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ ഏകദേശം 2,50,000 രൂപ വരെ വന്നു. അതായത് എൻ്റെ കയ്യിൽ 2,500 ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണേ. എൻ്റെ കയ്യിൽ $2,500 ഉണ്ടായിരുന്നു. അത് ഞാൻ ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ എത്ര കിട്ടി? 2,50,000 രൂപ കിട്ടി ആണല്ലോ. അപ്പോൾ 1,00,000 രൂപ വരെയുള്ള ഫോറിൻ കറൻസി ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴുള്ള ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1,000 ആണ്. ഓക്കെ, അപ്പോൾ ആ 2,50,000 1,00,000 രൂപ കുറച്ചു. ബാക്കി എത്രയായി? 1,50,000 രൂപയല്ലേ? ആ 1,50,000 രൂപയുടെ അതായത് 2,50,000 ഉണ്ടായിരുന്നു. അതിനെ ഞാൻ ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ 2,50,000 രൂപ വന്നു. 1,00,000 രൂപ വരെയുള്ള ഫോറിൻ കറൻസി എക്സ്ചേഞ്ചിന് മാക്സിമം ഉള്ള ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് 1,000 റുപ്പീസ് ആണ്. ഇനി അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫോറിൻ കറൻസി ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ നെറ്റ് എമൗണ്ട് 2,00,000 ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് എത്ര കുറച്ചു? 1,00,000 രൂപ കുറച്ചു. ബാക്കിയുള്ള റിമൈനിങ് ബാലൻസ് എത്രയുണ്ട്? 1,50,000 രൂപ. ഓക്കെ, ആ 1,50,000 രൂപയുടെ 0.5% എന്ന് പറയുന്നത് 0.5% എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. 1,50,000 രൂപയുടെ 0.5% എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 750 തന്നെയല്ലേ? ഓക്കെ, അതായത് 1,50,000 രൂപയുടെ 1% എന്ന് പറയുന്നത് 1,500. അതിൻ്റെ 5% എന്ന് 0.50% എന്ന് പറയുന്നത് എത്രയാണ്? 750. ഓക്കെ, അപ്പോൾ ബാക്കി റിമൈനിങ് ബാലൻസായി 1,50,000 രൂപയുടെ ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 750 രൂപയാണ്. അതും 1,000 രൂപയും ആ 750 രൂപയുടെ കൂട്ടിയിട്ട് ഞാൻ എത്രയാണ് എൻ്റെ ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത്? 1,750 രൂപയാണ് എൻ്റെ ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ. $2,500 ഞാൻ ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 2,50,000 രൂപയാണ്. അതിൻ്റെ ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1,750 രൂപയാണ് അല്ലേ? അതെങ്ങനെയാണ്? ആ 2,50,000 രൂപയിൽ 1,000 രൂപ 1,00,000 രൂപ വരെയുള്ള $2,500 ഉണ്ടായിരുന്നു. അത് ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ എത്ര കിട്ടി? 2,50,000 രൂപ കിട്ടി. അതിൻ്റെ അകത്ത് 1,00,000 രൂപ വരെയുള്ളതിന് 1,000 രൂപയാണ് ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത്. ബാക്കി റിമൈനിങ് ബാലൻസായി 1,50,000 രൂപയുടെ 0.5% എന്ന് പറയുന്നത് എത്രയാണ്? 750 ആണ്. 1,000-ഉം 750 കൂട്ടി 1,750 രൂപയാണ് എൻ്റെ ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് മൂന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരൻ അയാളുടെ കയ്യിലുള്ള ഫോറിൻ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്നത് വഴി 10,00,000 രൂപ മുകളിലുള്ള ഇന്ത്യൻ കറൻസിയിലേക്ക് മാറുകയാണെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭത്തിൽ എങ്ങനെയാണ് ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. നമുക്ക് നോക്കാം. എൻ്റെ കയ്യിൽ ഏകദേശം $15,000 ഉണ്ടെന്ന് കരുതുക. എൻ്റെ കയ്യിൽ ഏകദേശം അതൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. അത് സെയിം രീതിയിൽ തന്നെയാണ് പറയുന്നത്. ഇങ്ങോട്ട് നോക്കി, 10,00,000 രൂപ വരെയാണ് അതായത് 10,00,000 രൂപ അതായത് ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരൻ അയാളുടെ കയ്യിലുള്ള ഒരു ഫോറിൻ കറൻസി ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 10,00,000 മുകളിലാണ് ആ കറൻസിയുടെ വാല്യൂ വരുന്നതെങ്കിൽ അതിൻ്റെ ആ രീതിയിൽ കൺവേർഷൻ നടത്തുന്ന ഫോറിൻ കറൻസിയുടെ ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ എത്രയെന്ന് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാമെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ 10,00,000 രൂപ വരെയുള്ള ഫോറിൻ കറൻസിയുടെ ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 5,500 രൂപയാണ് അല്ലേ?
കാരണം 10,00,000-ൻ്റെ 5% 1% എന്ന് പറയുന്നത് 10,00,000-ൻ്റെ 10,00,000 വെച്ച് നോക്കുമ്പോൾ 10,00,000 1 lakh 1% അതിൻ്റെ 0.5% എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഏകദേശം 10,00,000 രൂപ വരെയുള്ള 10,00,000 രൂപയാണ് ഒരു ഫോറിൻ കറൻസി കൺവേർട്ട് ചെയ്തിട്ട് ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്ന നെറ്റ് എമൗണ്ട് എങ്കിൽ അതിൻ്റെ ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് അവർ തന്നെ തന്നിട്ടുണ്ട്. എത്ര രൂപയെന്ന് പറഞ്ഞിട്ടുണ്ട്? അവർ 5,500 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിൽ കൂടുതൽ വരികയാണെങ്കിൽ അതിൽ കൂടുതൽ വരുന്ന നെറ്റ് എമൗണ്ടിന് നെറ്റ് എമൗണ്ടിൻ്റെ 0.01% ആയിരിക്കും എന്തായിട്ട് പിടിക്കുന്നത് നമ്മൾ ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ ആയിട്ട് നമ്മൾ പിടിക്കുന്നത്. അത് നമുക്കൊരു ഉദാഹരണത്തിലൂടെ പറയാം. അതോ അല്ല എങ്കിൽ 60,000 രൂപ ഇതിൻ്റെ അകത്ത് ഏതാണ് ലോവറായിട്ട് വരുന്നത് അതായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി അയാളുടെ ഫോറിൻ കറൻസി ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്ന 10,00,000-ന് മുകളിലാണെങ്കിൽ 5,50,000 രൂപ വരെയും 5,500 രൂപ വരെയും 10,00,000-ൻ്റെ ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ ആണ്. 10,00,000 രൂപയാണ് ഫോറിൻ കറൻസി ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ വന്നേക്കുന്നതെങ്കിൽ അതിന് 5,500 രൂപ ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ ഉണ്ട്. ഇനി അതിൽ കൂടുതലുള്ള എമൗണ്ട് ആണെങ്കിൽ കൂടിയ എമൗണ്ടിന് 10,00,000 കൂടിയിട്ടുള്ള റിമൈനിങ് ബാലൻസിൻ്റെ 0.01% ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ ആയിട്ട് കൂട്ടും. അപ്പോൾ 11 ലക്ഷം എന്ന് കരുതുക. 11 ലക്ഷമാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ എന്താണ് ഒരു $11,000 ഉണ്ടെന്ന് കരുതുക. എൻ്റെ കയ്യിൽ ഇങ്ങോട്ട് നോക്കുക, എൻ്റെ കയ്യിൽ ഒരു $11,000 ഉണ്ടെന്ന് കരുതുക. അപ്പോൾ അതിൻ്റെ അകത്ത് 10,00,000 രൂപ വരെയാണെങ്കിൽ എൻ്റെ ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 5,500 രൂപയാണ്. ഇനി ബാക്കി റിമൈനിങ് എത്ര ബാലൻസ് ഉണ്ട്? 1,00,000 രൂപയുണ്ട്. ഇല്ല, 11 ലക്ഷം അല്ലേ? 11 ലക്ഷത്തിൽ നിന്ന് 10,00,000 കുറച്ച് ബാക്കി റിമൈനിങ് ബാലൻസ് 1,00,000 രൂപ അല്ലേ? ആ 1,00,000 രൂപയിൽ നിന്നും ആ 1,00,000 രൂപയുടെ അതായത് US ഡോളേഴ്സ് 11,000 ഉണ്ടായിരുന്നു. അത് ഞാൻ ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ 11 ലക്ഷം കിട്ടി. അതിൻ്റെ അകത്ത് 10,00,000 രൂപ വരെയുള്ള ഫോറിൻ കറൻസി ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ നെറ്റ് എമൗണ്ടിന് 5,500 ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ പേ ചെയ്താൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ ബാക്കി റിമൈൻ ബാലൻസ് ആയ 1 lakhന് ഞാൻ എന്ത് ചെയ്യണം? ബാക്കി റിമൈൻ ബാലൻസ് ആയ 1 lakhന് എന്ത് ചെയ്യണം? 0.01 1 lakh × 0.01 അതായത് 100. ഓക്കെ, അതോടെ കൂട്ടിയിട്ടുള്ള എമൗണ്ട് ആയിരിക്കണം ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ ഞാൻ കൊടുക്കേണ്ടത്. ഓക്കെ, അതായത് 5,511 ഇപ്പോൾ ഞാൻ എന്താണ് $11,000 ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്ന ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് 5,100 ആണ്. അതാണോ വലുത്? ആണോ അല്ലെങ്കിൽ 60,000 ആണോ ചെറുതെന്ന് നോക്കുക. ഇതിൻ്റെ അകത്ത് വരുന്ന ഏറ്റവും ചെറുതാണ് 5,100 വന്നെ. ഈ 11,000 $11,000 ഇന്ത്യൻ കറൻസിയിൽ കൺവേർട്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ 11 ലക്ഷത്തിന് ഞാൻ പേ ചെയ്യേണ്ട ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 5,600 അതോ 60,000? ഇതിൻ്റെ അകത്ത് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് വരുന്ന ഏതാണ്? 5,600 ആണ് അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ മെത്തേഡ് 2 ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ ഫോറിൻ കറൻസി എക്സ്ചേഞ്ചിൻ്റെ കാര്യത്തിൽ മെത്തേഡ് 2 ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതൊന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട്. ഏതെങ്കിലും ഒരു വ്യക്തി അയാളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഫോറിൻ കറൻസി ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1 lakh ആണെങ്കിൽ അങ്ങനെ കൺവേർട്ട് ചെയ്ത് 1 lakh താഴെയാണെങ്കിൽ അങ്ങനെ കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന നെറ്റ് എമൗണ്ടിന് 1% അല്ല എങ്കിൽ 250 രൂപ. ഇതിൻ്റെ അകത്ത് ഏതാണ് ഹൈ അതായിരിക്കും ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. ഇനി 10,00,000 രൂപ ഇനി ഏതെങ്കിലും ഒരു വ്യക്തി അയാളുടെ ഫോറിൻ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്ന വഴി കിട്ടുന്ന നെറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 1 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിലാണെങ്കിൽ 1,00,000 രൂപ വരെയുള്ള എമൗണ്ടിന് 1,000 രൂപയും നെറ്റ് 1,000 രൂപ ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ ആണുള്ളത്. അതിൻ്റെ കൂടുതൽ ബാക്കിയുള്ള എമൗണ്ടിൽ നിന്ന് 0.5% അടിസ്ഥാനത്തിൽ എന്ത് കണ്ടുപിടിക്കണം? ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ 1,000 രൂപയും ബാക്കിയുള്ള റിമൈനിങ് ബാലൻസിൻ്റെ 0.5% അടിസ്ഥാനത്തിൽ കണ്ടുപിടിച്ചിരിക്കുന്ന ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂയും കൂട്ടിയിട്ടുള്ളതായിരിക്കും ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ ഇൻ ദ കേസ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന കാര്യം നമ്മൾ എടുക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിലുള്ള ഫോറിൻ കറൻസി ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നെറ്റ് വാല്യൂ എന്ന് പറയുന്നത് 10 ലക്ഷത്തിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടിന് 5,500 രൂപയായിരിക്കും ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ. റിമൈനിങ് ബാലൻസിന് 0.01% അടിസ്ഥാനത്തിൽ എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ കണ്ടുപിടിക്കണം. അതിനുശേഷം 5,500 രൂപയും ആ ബാക്കിയുള്ള റിമൈനിങ് ബാലൻസിൻ്റെ ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ എമൗണ്ടും കൂടി കൂട്ടിയിട്ട് വരുന്ന എമൗണ്ട് എത്രയോ അതും 60,000 രൂപയും കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഏതാണോ ലീസ്റ്റ് അതായിരിക്കും ടാക്സിബിൾ ട്രാൻസാക്ഷൻ വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു ഉദാഹരണത്തിലൂടെ പഠിക്കാം. എന്താണെന്ന് മിസ്റ്റർ എക്സ് എ മണി ചേഞ്ചർ ഹാസ് എക്സ്ചേഞ്ചഡ് $1,000 Indian rupees 64. മിസ്റ്റർ എക്സ് വാണ്ട് ടു വാല്യൂ സപ്ലൈ ഓഫ് അക്കോർഡൻസ് വിത്ത് റൂൾ 32 clause 2B.
CGST റൂൾസ്. അതായത് നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്ന മെത്തേഡ് 2 അനുസരിച്ച് ഈ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലം വാല്യൂ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന പാർട്ടി എയുടെ കയ്യിൽ ഏകദേശം $10,000 ഉണ്ടായിരുന്നു. അത് 64 രൂപ നിരക്കിൽ അയാൾ എക്സ്ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇയാൾക്ക് ഏകദേശം എത്ര കിട്ടി? 6,40,000 രൂപ കിട്ടി അല്ലേ? 6,40,000 രൂപ കിട്ടി. ഇത് മെത്തേഡ് 2 പറഞ്ഞിരിക്കുന്ന ഏത് സ്ലാബിൻ്റെ ഇടയ്ക്കാണ് വന്നേക്കുന്നത്? 1 ലാഖിനും 10 ലാഖിനും ഇടയിലാണ് വന്നേക്കുന്നത്. 1 ലാഖിനും 10 ലാഖിനും ഇടയിൽ എങ്ങനെ പറഞ്ഞേക്കുന്നത്? 1 ലാഖ് വരെ ഉള്ളതിന് 1000 രൂപ ടാക്സബിൾ ട്രാൻസാക്ഷൻ വാല്യൂ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ബാക്കി റിമൈനിങ് ബാലൻസിന് 0.5% വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ടാക്സബിൾ ട്രാൻസാക്ഷൻ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ബാക്കിയുള്ളതിന് എങ്ങനെയാണ്? ബാക്കി 6 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം രൂപ കുറച്ചു. അതായത് 1 ലക്ഷത്തിന് എത്ര രൂപയാണ്? 1000 രൂപയാണ് ടാക്സബിൾ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത്. 6,40,000 നിന്ന് 1 ലക്ഷം കുറച്ചിട്ടുള്ള ബാക്കിയുള്ള റിമൈനിങ് ബാലൻസായി 5,40,000 ഇൻറ്റു എത്രയാണ്? ബാക്കിയുള്ള റിമൈനിങ് ബാലൻസിന് പറഞ്ഞേക്കുന്നത് എത്രയാണ് പറഞ്ഞേക്കുന്നത്? 0.5% ബാക്കിയുള്ള നെറ്റ് എമൗണ്ടിൻ്റെ 0.5% വെച്ച് ഗുണിക്കണം. എങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള റിമൈനിങ് ബാലൻസിൻ്റെ ടാക്സബിൾ ട്രാൻസാക്ഷൻ വാല്യൂ നമുക്ക് കിട്ടുള്ളൂ. 5,40,000 ബാക്കിയുണ്ട്. 5,40,000 ഇൻറ്റു 0.5% എത്രയാണ്? 2,700. ഓക്കെ, 2,700 1 ലക്ഷത്തിൻ്റെ 1,000 രൂപയും 1000 രൂപ ടാക്സബിൾ ട്രാൻസാക്ഷൻ വാല്യൂടെ കൂട്ടി മൊത്തം എത്രയായി? 3,700 രൂപയായി ടാക്സബിൾ ട്രാൻസാക്ഷൻ വാല്യൂ ഈ പുള്ളിയുടെ കാര്യത്തിൽ. അത് ഈ പുള്ളിയുടെ കയ്യിൽ 10,000 രൂപ ഇൻറ്റു $10,000 $64 രൂപ വെച്ച് ഇന്ത്യയിലേക്ക് ഇന്ത്യൻ കറൻസിയിൽ കൺവേർട്ട് ചെയ്തപ്പോൾ 6,40,000 രൂപ വന്നു. അതിൻ്റെ അകത്ത് 1000 രൂപ വരെ 1 ലാഖ് റുപ്പീസിന് 1000 രൂപ വരെയുള്ള ടാക്സബിൾ ട്രാൻസാക്ഷൻ വാല്യൂ. ബാക്കി റിമൈനിങ് ബാലൻസായി 5,40,000 ഇൻറ്റു എത്ര പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം നമ്മൾ? ബാക്കിയുള്ള റിമൈനിങ് ബാലൻസിൻ്റെ ടാക്സബിൾ ട്രാൻസാക്ഷൻ വാല്യൂ കാണാൻ 5,40,000 ഇൻറ്റു 0.5% എത്ര കിട്ടി? 2,700 കിട്ടി. അപ്പോൾ 1000 രൂപയും 2,700 കൂടി 3,700 രൂപയാണ്. 6,40,000 $10,000 വെച്ച് $10,000 $64 രൂപ വെച്ച് ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ ഉള്ള ടാക്സബിൾ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഈ 3,700 60,000 രൂപയും കമ്പയർ ചെയ്യുമ്പോൾ ഏതാണോ ലോവസ്റ്റ് അതായിരിക്കും എന്താ ടാക്സബിൾ ട്രാൻസാക്ഷൻ വാല്യൂ ഇൻ ദ കേസ് ഓഫ് ഫോറിൻ കറൻസി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 രീതിയിലുള്ള മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. പറഞ്ഞിരിക്കുന്നതിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ചോദിക്കുക. താങ്ക് യു.